ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫെബ്രുവരി 2025 US സ്കോളർഷിപ്പ് എക്സാമിന് ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങൾ തന്നെയാണ്. അതിലെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സ്മോളസ്റ്റ് 2-digit നമ്പർ ആഡഡ് ടു 25,141 gives a multiple of 9. എന്താണ് നമ്മുടെ ചോദ്യം? ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അതില് ഏത് 2 ഡിജിറ്റ്, ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 9ന്റെ ഗുണിതമായിട്ട് കിട്ടുന്നത് അല്ലെ? അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 9ന്റെ ഗുണിതം നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ തന്ന സംഖ്യ ഇതാണ് 25,141. അപ്പോ മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 പ്ലസ് എല്ലാ സംഖ്യകളെയും നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കും. അപ്പൊ 2 പ്ലസ് 5 7, 7 പ്ലസ് 1 8, 8 പ്ലസ് 4 12, 12 പ്ലസ് 1 13. അപ്പോ 13 ആയതുകൊണ്ട് ഇതെന്തായാലും എന്താവില്ല, 9 കൊണ്ട് ഡിവിസിബിൾ ആവില്ല, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഈ 9ന്റെ മൾട്ടിപ്പിൾ ആവാൻ ഇവിടെ നമ്മൾ എത്രയും കൂടി ആഡ് ചെയ്യേണ്ടി വരും? ഇപ്പൊ നോക്കൂ, 9ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് കഴിഞ്ഞാൽ 18, അത് കഴിഞ്ഞാൽ 27, ഇങ്ങനെ പോകും. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറയാം അല്ലെ? അപ്പോ ഇതില് നെക്സ്റ്റ് 5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് 5 ആഡ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ നമുക്ക് ഇവിടെ 5 ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ചോദ്യം നോക്കൂ, സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ഈ ഓപ്ഷൻസ് എടുത്ത് ചെയ്യുമ്പോൾ അതായിരിക്കും നമുക്ക് എളുപ്പം. കാരണം ഓരോ നമ്പർ ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. അപ്പോ 25141 എന്ന് പറയുന്നത് ടോട്ടൽ 13 ആണ്. ഇനി നമുക്ക് ഇവിടെ ഇതില് 11 ആഡ് ചെയ്ത് നോക്കുക. അല്ലെ, ഈ നമ്പർ ആഡ് ചെയ്ത മൾട്ടിപ്പിൾ ഓഫ് 9 കിട്ടുന്നുണ്ടോ നോക്കുക. 5 1 5 2 ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10 പ്ലസ് 13 15 കിട്ടും. അത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി ഇത് നമുക്ക് 12 ആഡ് ചെയ്ത് നോക്കാം. 25,141 12 ആഡ് ചെയ്താല് നമുക്ക് കിട്ടുക 3 5 1 5 2. അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 12 നോക്കൂ, ഒന്ന് കൂടുതലാണ് അല്ലെ? 25,152 ആണ്, 25,153 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സം 15 കിട്ടി, ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? സം 16 ആണ് കിട്ടുക അല്ലെ? അതേപോലെ തന്നെ അപ്പൊ അത് എന്തല്ല, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 13 കൂട്ടി കഴിഞ്ഞാല് നമുക്ക് എത്ര കിട്ടും? അഡീഷൻ ചെയ്താല് ഈ ഒരു നമ്പറിൽ 13 കൂട്ടി കഴിഞ്ഞാല് 25,154 എന്ന് കിട്ടും. അപ്പൊ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17 കിട്ടും. 17ഉം എന്തല്ല, നമ്മുടെ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോ ഏതായിരിക്കും നമ്മളുടെ ആൻസർ? 14 ആവണം. കാരണം ഏതെങ്കിലും ഒന്ന് ആവുമല്ലോ ഇതിലെ ആൻസർ അല്ലെ? അപ്പോ നമുക്ക് നോക്കി നോക്കാം. 25,141 പ്ലസ് 14 5 5 1 5 2. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 2 പ്ലസ് 5 7, 7 പ്ലസ് 1 8, 8 പ്ലസ് 5 13, 13 പ്ലസ് 5 18. 18 നമ്മുടെ 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് സ്മോളസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക? 14. ബിക്കോസ് 11 പോസിബിൾ ആയി 11 ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇതിന് ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്നത് 15 ആണ്. അപ്പൊ 15 മൾട്ടിപ്പിൾ അല്ല. മറ്റേന് 12 ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 16, ഇറ്റ് ഈസ് ഓൾസോ നോട്ട് മൾട്ടിപ്പിൾ. പിന്നെ 13 ആഡ് ചെയ്തപ്പോ 17, ഇറ്റ് ഈസ് നോട്ട് മൾട്ടിപ്പിൾ. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 18 ആണ്. സോ ഫോർത്ത് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ്, a wire of 17.5 meters is cut into pieces of equal length of 1/4 meter. The number of pieces obtained is dash. എന്താണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒരു വയറ് 17.5 മീറ്ററിന്റെ ഒരു വയറ്, അതിനെ എത്ര 1/4 മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എത്ര 1/4 മീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എത്ര പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പൊ 17.5 നമുക്ക് എത്ര ഭാഗങ്ങളാക്കി മാറ്റണം? 1/4 എന്ന് പറഞ്ഞിട്ട് എത്ര ഭാഗം കിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ
17നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പർ ഓഫ് പീസസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്രാക്ഷനിൽ, അതിപ്പോ ഈ മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം നോക്കാം. മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ആദ്യം എന്താക്കി മാറ്റുക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റേണ്ടി വരും. 17 into 2 എന്ന് പറഞ്ഞാൽ 34. 34 plus 1 35. 35 by 2 divided by 1 into 4 4. 4 plus 1 5. 5 by 4. ഓക്കെ, ഇനി നമുക്കറിയാം എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. 35 by 2. ഓക്കെ, 35 by 2 നമ്മൾ അതേപോലെ തന്നെ 35 by 2 തന്നെ വെച്ചു. ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ഈ 5 by 4 എന്ന് പറയുന്നത് എന്താണ്? 5 by 4 റെസിപ്രോക്കൽ ആവും. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് എന്തായി മാറും? 4 by 5 ആവും. അപ്പോ 2 എത്ര ടൈംസ്? 2 ടൈംസ് 35 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാല് 7 ടൈംസ് 7 into 4 എന്ന് പറഞ്ഞാൽ 7 into 2 എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ നമ്മളുടെ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനി കുറച്ചും കൂടി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.